ബിക്കാനീറിലെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ചിലെ വിശേഷങ്ങളാണ് നാം പങ്കുവച്ചുകൊണ്ടിരുന്നത്. മനോഹരമായ ഈ ദേവാലയത്തിൽ കർത്താവായ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികളുടെ വലിയ ഒരു കൂട്ടമുണ്ട്. പ്രഭാതത്തിൽ ദിവ്യബലിക്കായി വളരെ അകലെ നിന്ന് പോലും ഇവിടെ ജനം എത്തിച്ചേരുന്നു. ദേവാലയത്തിലെ കൂട്ടായ്മയിലും ആരാധനയിലും സജീവമായി പങ്കെടുക്കുന്ന യുവജനങ്ങളടങ്ങുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ സാന്നിധ്യം ഏറെ ആനന്ദിപ്പിക്കുന്നതായിരുന്നു. മലയാളികളായ ഒരു വിശ്വാസ സമൂഹം ബിക്കാനീറിലെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലുണ്ട്. ദേവാലയത്തിൻ്റെ വിശേഷങ്ങൾ അവർ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ പേര് ജോസഫ് കെ ജെ. എൻ്റെ നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള വടയാർ ഇടവകയാണ്. ഇവിടെ ബിക്കാനീറിൽ കഴിഞ്ഞ 18 വർഷമായി ബിക്കാനീറിൽ ജീവിക്കുന്നു. ബിക്കാനീറിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം പരിശോധിച്ചാൽ 1937 അന്നത്തെ മഹാരാജാവായിരുന്ന ഗംഗാ സിംഗ് ജി പണിത് നൽകിയതാണ് ഇവിടുത്തെ ആദ്യത്തെ ക്രിസ്തീയ ദേവാലയം. അന്ന് രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിൽ നിന്നും വന്നിരുന്ന ടെക്നീഷ്യന്മാരും മറ്റുമായിരുന്നു അന്നത്തെ ക്രിസ്തീയ വിശ്വാസികൾ. അതിനുശേഷം 1950കളിൽ കേരളത്തിൽ നിന്ന് വന്ന ക്രിസ്തീയ നേഴ്സുമാർ, സൈനിക ഉദ്യോഗസ്ഥർ, മറ്റ് ജോലിക്കായി വന്ന ആൾക്കാരെല്ലാം ഈ ഇടവകയിലെ അംഗങ്ങളായി മാറി. 1937 ആദ്യമായി ബിക്കാനീർ ഇടവകയ്ക്ക് ഒരു വികാരിയച്ഛനെ ലഭിച്ചു, ഫാദർ സീലോ. അതിനുശേഷം അദ്ദേഹം 22 വർഷത്തോളം അദ്ദേഹം ബിക്കാനീറിൽ സേവനം ചെയ്തു. അതിനുശേഷം ഫാദർ പിൻഡോ ഭാരം ഏറ്റെടുത്തു. അതിനുശേഷം 1980 CST ഫാദേഴ്സിന് ബിക്കാനീർ പാരീഷ് കൈമാറി. 1988 ഫാദർ പോൾ കരിമത്തി ഫാദറിൻ്റെ ശ്രമഫലമായി ഈ പരിശുദ്ധ ദേവാലയത്തിനുള്ള സ്ഥലം വാങ്ങുകയും 2001 ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. 2006 സെപ്റ്റംബർ 9 ആർച്ച് ബിഷപ്പ് ഒസ്വാൾഡ് ഗ്രേഷ്യസിൻ്റെ സാന്നിധ്യത്തിൽ ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുകയും ഓരോ ക്രിസ്തീയ വിശ്വാസികൾക്കായി ഈ ദേവാലയം തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ പള്ളിയായിട്ട് എനിക്ക് ആത്മാർത്ഥമായൊരു ബന്ധമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇന്ന് ഈ നോർത്ത് ഇന്ത്യയിൽ എല്ലാവിധ രീതിയിലുള്ള ഒരു ആരാധനാലയം ബിക്കാനീറിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 2006 ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ബിഷപ്പ് ഓസ്വാൾഡ് ലൂയിസിനെ നടത്തി. അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാ രീതിയിലും പള്ളിയിൽ എപ്പോഴും വരികയും പോവുകയും എല്ലാ രീതിയിലും ആത്മീയമായിട്ട് ഞങ്ങൾക്കൊരു വളർച്ചയുണ്ടാകാനായിട്ട് ഈ പള്ളി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഈ പള്ളിയായിട്ട് നല്ല സഹകരണത്തോടും ഞങ്ങൾ ഇടവകക്കാരെല്ലാവരും നല്ല സഹകരണത്തോടും ഒരു കുടുംബമായിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് ഈ പള്ളി വന്നതുകൊണ്ട് കേരളം പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതുപോലെ ഈ മരുഭൂമിയിൽ ഒരു ആരാധനാലയം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അത് ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചു. ഈ ആരാധനാലയം ഇവിടെ സ്ഥാപിച്ചു തന്നതിനും എല്ലാത്തിനും ഞങ്ങൾ CST ഫാദേഴ്സിനോടും CST കോൺഗ്രിഗേഷനോടും ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റിയോടും എല്ലാം ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾ 95 ഫാമിലിയായിട്ട് ഇവിടെ ഗംഗാനഗറിൽ നിന്ന് ബിക്കാനീറിലേക്ക് മൂവ് ചെയ്ത് യൂണിറ്റ് മൂവ് ആയപ്പോൾ ഇവിടെ എത്തിയതാണ്.
അതിനുശേഷം 95 മുതൽ ഇവിടെ ഈ പള്ളി വളരെയേറെ അനുഗ്രഹമായി ഫാമിലിയായിട്ട് ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാനും അതിനുവേണ്ടി മക്കൾക്ക് അതിനുവേണ്ട ഗൈഡൻസ് നൽകുവാൻ തക്കവണ്ണം പള്ളിയിലുള്ള വൈദികരും സന്യാസികളും അൽമായരും എല്ലാം വളരെയേറെ ഒരു കൂട്ടായ സഹവർത്തിത്വത്തിൻ്റെ ഫലമായി വളരെയേറെ അനുഗ്രഹപ്രദമായി ഞങ്ങൾക്ക് തീരുവാൻ സാധിച്ചു. കുടുംബമായി പുരോഗമനത്തിനു വേണ്ടിയും പിള്ളേരുടേതായ എഡ്യൂക്കേഷൻ ആണെങ്കിലും പള്ളി ത്രൂ നടത്തുന്ന സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിലെല്ലാം ഈ പള്ളി മുഖാന്തരം ഞങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ദേശത്തുള്ള എല്ലാവർക്കും തന്നെ ഇവിടെ സോഷ്യൽ പരമായിട്ടും ആശുപത്രിപരമായിട്ടും നിർധനരായ എല്ലാവർക്കും വളരെയേറെ സഹായം ചെയ്യുന്ന ഒരു പള്ളിയാണ് ഇവിടെയുള്ളത്. ബിക്കാനീറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. കേരളത്തിൽ നിന്നും ഗോവയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ജാർഖണ്ഡ് പ്രദേശങ്ങളിൽ നിന്നും ജോലി തേടി ഇവിടെ വരുന്നവർക്ക് ഉള്ള അജപാലന ശുശ്രൂഷ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ബിക്കാനീറിലുള്ളത്. അതിനുള്ള സൗകര്യങ്ങളും പള്ളിയും അതിനുവേണ്ട മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത് ഇതിനു മുമ്പ് ഇവിടെ സേവനം ചെയ്ത CST അച്ഛന്മാർ തന്നെയാണ്. വിശേഷമായിട്ടും ഈ പള്ളിയും ഈ സ്ഥലവും എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 അച്ഛന്മാർ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചു. മരിച്ചുപോയ പോൾ കരിമത്തി അച്ഛനാണ് ഈ സ്ഥലം വാങ്ങുകയും അതുപോലെ തന്നെ മറ്റ് സ്റ്റേഷനിലെ സ്ഥലം വാങ്ങുന്നതിനും ഈ പള്ളി പണിയുന്നതിനും ഉള്ള മുൻകൈ എടുത്തത്. പാവങ്ങളോടുള്ള സ്നേഹവും കടപ്പാടുമെല്ലാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നാളിലുള്ള സോഷ്യൽ വർക്ക് തുടങ്ങിയതുമെല്ലാം പോൾ കരിമത്തി അച്ഛനാണ്. ഇവിടെ വളരെ കാലത്തോളം പാരിഷ് പ്രീസ്റ്റായിരുന്ന മാത്യു കുമ്പക്കൽ അച്ഛൻ, അതുപോലെ തന്നെ ഈ പള്ളി പണിയുന്നതിനും ഈ അജഗണങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനും വളരെയധികം പരിശ്രമിച്ച വേറൊരച്ഛനാണ് ഫാദർ ആൻ്റണി ആൻമറി അച്ഛൻ. ഈ 3 അച്ഛന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇവിടെ ഇത്രയധികം നല്ല പള്ളി പണിയുന്നതിനും നമ്മുടെ വിശ്വാസത്തിൽ ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവന്നതിനുള്ള കടമയും സൗകര്യവും എല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചത്. ബിക്കാനീറിൽ CST സഭ ഏറ്റവുമധികം പ്രവർത്തനം നടത്തുന്ന ഗ്രാമമാണ് നാൾ. ഇന്ന് CST സഭ ഇവിടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗ്രാമീണരായ കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസവും താമസ സൗകര്യവും ഏർപ്പെടുത്തുവാൻ CST സഭാ സമൂഹം ദീർഘവീക്ഷണത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. നാൾ ഗ്രാമത്തിലെ പോലീസ് ഇൻസ്പെക്ടർ ജഗദീഷ് പ്രസാദ് CST സഭയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിക്കുകയുണ്ടായി. नाल ग्राम में सभी यहाँ आए. इस ग्राम के अंदर जो ये गरीब बच्चों के लिए जो हॉस्टल बनाया जा रहा है वो बहुत ही सराहनीय और बेटर कार्य है. इससे ग्राम का विकास होगा. ये ग्राम शिक्षा की दृष्टि से काफ़ी पिछड़ा हुआ है. बीकानेर से 15 किलोमीटर दूर है, लेकिन एजुकेशन के हिसाब से यहाँ काफ़ी पिछड़ापन है. गरीब लोग रहते हैं. इस मिशन के अंदर जो फादर साहब ने स्टेप उठाया है वो बहुत ही सराहनीय और भविष्य के लिए एक मिशन के रूप में यहाँ स्थापित होगा. इसके साथ ही इस संस्था के अंदर एक बहुत बड़ा हेल्थ हॉस्पिटल भी चलता है जो गरीब और ग्रामीण लोगों का
निःशुल्क इलाज भी करते हैं। ये काफ़ी अच्छी संस्था है। CST സഭാ വൈദികർക്കൊപ്പം വളരെയധികം ആതുര ശുശ്രൂഷകൾ നാൾ ഗ്രാമത്തിൽ ചെയ്ത സിസ്റ്റർ ഷെർലിൻ CSE തൻ്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഗ്രാമീണരായ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ CSE സന്യാസിനി സമൂഹവും ഇവിടെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നാളെന്ന വില്ലേജിലെ ഡിസ്പെൻസറിയിലാണ്. ഈ ഡിസ്പെൻസറി 1992 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇവിടെ ആണെങ്കിൽ ഒത്തിരി കുഗ്രാമമായിരുന്നു ഈ വില്ലേജ്. ഒട്ടും തന്നെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചൊന്നും ഒട്ടും അറിവില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. ഇവിടെ അച്ഛനും സിസ്റ്റേഴ്സും വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത് ഡിസ്പെൻസറി ആണെന്നും അതിനെ തുടർന്ന് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിലാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹൈജീൻ ഇല്ലാതെ അസുഖം വന്നാലും വില്ലേജിൽ തന്നെ എന്തെങ്കിലും ജഡിബൂട്ടി എന്ന് പറയും, ഇവിടുത്തെ മരങ്ങളുടെ വേരുകളൊക്കെ അരച്ച് അങ്ങനത്തെ മരുന്നൊക്കെ കഴിച്ച് അല്ലാതെ ഹോസ്പിറ്റലിൽ പോകണമെന്നോ. ഇവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിൽ ബിക്കാനീർ എന്ന് പറയുന്ന ഒത്തിരി ദൂരെയായിട്ടുള്ള ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയാണ് BBS ബിക്കാനീർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ പോകണം ഒരു നല്ലൊരു ഹോസ്പിറ്റലിന് സിറ്റുവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആരും തന്നെ വയ്യാതെ അസുഖമായാലും വീട്ടിൽ തന്നെ രക്ഷപ്പെട്ടാലായി, ഇല്ലെന്നുവെങ്കിൽ മരിച്ചുപോയി, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അതുപോലെ പ്രസവമൊക്കെ ആയാൽ തന്നെ വീടുകളിൽ എടുക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ പ്രസവത്തോടു കൂടെ പെണ്ണ് മരിച്ചാലും കുട്ടി ജനിച്ചാലും എന്തായാലും അങ്ങനെ അവർക്ക് അതിനെക്കുറിച്ചൊരു അറിവോ ഒന്നും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഡിസ്പെൻസറി തുടർന്ന് സിസ്റ്റേഴ്സ് വീടുകളിൽ പോയി അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചും ഹൈജീനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒത്തിരി രോഗികളെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വരുവാനും മരുന്ന് വാങ്ങാനും ഡെലിവറിക്കായാലും നമ്മുടെ ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് അവരിവിടെ വന്ന് മരുന്ന് വാങ്ങാനും ഡെലിവറി ഇവിടെ അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അതിനുശേഷം ഒത്തിരി രോഗികൾ ആ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പൊക്കെ ചെയ്യായിരുന്നു. ചിലപ്പോൾ ചില വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ മെഡിക്കൽ ക്യാമ്പ് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഫ്രീ മെഡിസിനൊക്കെ ഇവർക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വേറെ ഈ വില്ലേജിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തന്നെ എല്ലാവരും തന്നെ ഇവിടെ വന്ന് മരുന്ന് വാങ്ങി ഇവിടുന്ന് ഫ്രീ മെഡിസിൻ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇതനുസരിച്ച് പെൺകുട്ടികളെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എത്രയും പെട്ടെന്ന് 5 വയസ്സോ 8 വയസ്സോ 10 വയസ്സോ കുട്ടി ഒരുവിധം വലുതായി എന്ന് കണ്ടാൽ ഉടനെ തന്നെ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയാണെങ്കിൽ ശൈശവ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഒരുവിധം പ്രായമാകുമ്പോഴേക്കും അവർ വയസ്സായി വയ്യാതെയായി രോഗികളായി മരിക്കാൻ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ വന്നതിന് ശേഷം ഈ വീട് സന്ദർശനവും അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം അതിലൊത്തിരി വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കല്യാണങ്ങളായാലും ഒരു ഏജ് ഗവൺമെൻറ് വെക്കുന്നത് പോലെ തന്നെ ഒരു ഏജിലേക്കൊക്കെ എത്താൻ തുടങ്ങി. 18 വയസ്സ് 20 വയസ്സ് അങ്ങനെ ഒരു ഏജിലേക്കൊക്കെ വരാൻ തുടങ്ങി കുട്ടികളുടെ മാരേജിൻ്റെ ഏജ്. പിന്നെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു തരം മണ്ണ് ഇവിടെ കിട്ടും. അത് ഇവിടുത്തെ എല്ലാ സ്ത്രീകളും പുരുഷന്മാർ സുപ്പാരി സാധനങ്ങളൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾ ഈ മണ്ണ് വാങ്ങി അവർ സ്ഥിരം അത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഇവിടെ പല വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പല സ്ത്രീകളിലും ബ്ലഡിൻ്റെ കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ബ്ലഡിൻ്റെ കുറവ് കൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോണേന്നോ അല്ലെങ്കിൽ ഇത് നിർത്തി കഴിഞ്ഞിട്ട് പകരം വേറെ എന്തെങ്കിലും ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾ കഴിക്കണമെന്നോ അതിനുള്ള ഒരു അറിവൊന്നും ഇവർക്കില്ല. നമ്മുടെ അടുത്ത് വരുമ്പോൾ കാരണങ്ങൾ അന്വേഷിച്ച് ചോദിച്ച് വരുമ്പോഴാണ് അവർ പറയണത് ഈ മണ്ണ് കഴിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയവർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നിർത്തി പകരം നമ്മൾ അയണിന് ആവശ്യമായിട്ടുള്ള ഇലക്കറികൾ അല്ലെങ്കിൽ ടോണിക് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഉണക്ക മുന്തിരി ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് കിട്ടും. പ്രഗ്നൻ്റ് ലേഡീസ് ആയാലും അവർ മരുന്ന് കൊടുക്കണമെന്നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ പറയുന്നതാണ് ഞങ്ങൾ പണ്ട് കാലത്ത് ഒരു മരുന്നും വാങ്ങാതെ വില്ലേജ് ആശുപത്രിയിലൊന്നും പോകാതെ വീടുകളിൽ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പണിയെടുത്ത് പശു ഉണ്ടായിരിക്കും, പാൽ കുടിക്കും, പിന്നെ നെയ്യ് കഴിക്കും. ഇത് മാത്രമാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ വേറെ മരുന്ന് കഴിക്കുക ഇഞ്ചക്ഷൻ എടുക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം? അതാണ് പഴയ കാരണന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവർക്ക് അറിവ് കൊടുക്കുന്നുണ്ട്. പഴയ കാലത്തെ സാഹചര്യങ്ങളല്ല ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ആവശ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇഞ്ചക്ഷൻ, ടിയുടെ ആവശ്യങ്ങൾ, അയൺ, ഫോളിക് ആസിഡിൻ്റെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് മരുന്ന് നമ്മുടെ അടുത്ത് വന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തിപ്പം പ്രാഥമിക ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, PHC ഒക്കെ, ഹെൽത്ത് സെൻറ്റർ. അവിടെ പോയി അവിടെ പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് മരുന്ന് വാങ്ങണം. എന്തായാലും മരുന്ന് ആവശ്യമാണ്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തുടങ്ങി ഇതൊക്കെ കഴിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമാണെന്നുള്ള ബോധ്യമൊക്കെ അവരിലേക്ക് വളർത്താൻ തുടങ്ങി. ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ ആൻറ്റിനേറ്റൽ കേസസ് ആയാലും ഒത്തിരി പേര് വന്ന് മരുന്ന് വാങ്ങാനും അവർക്ക് TT എടുക്കേണ്ടതൊക്കെ ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കാനീറിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസിനി സഭ ഏറെ ആതുര ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പ്രശംസനീയമായ സേവനം ചെയ്യുന്ന ശാന്തിനിവാസ് ഓൾഡ് ഏജ് ഹോമിലെ സിസ്റ്റേഴ്സ് അവരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ആരോരുമില്ലാത്ത അനേകർക്ക് ആശ്രയവും അഭയവുമായ ഈ ശാന്തി മന്ദിരം ഇന്നും ദൈവത്തിൽ ആശ്രയിച്ച് അനേകർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ കരിസ്സം പാവപ്പെട്ടവരും അനാഥരുമായ മക്കളെ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവർക്ക് ശാന്തമായൊരു മരണം കൈവരിക്കുവാനും അവരുടെ രോഗങ്ങളിലും അവരുടെ വേദനകളിലും അവർക്കൊരമ്മയായി, ഒരു സിസ്റ്ററായി അവരെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയുള്ള ഒരു സേവനമാണ് ഞങ്ങളുടേത്. ആരോരുമില്ലാത്ത ജീവിതത്തിൻ്റെ സായം കാലത്തിലെത്തിയ ജീവിതങ്ങളെ ശുശ്രൂഷിച്ച് ഈ സന്യാസിനികൾ ശ്രേഷ്ഠമായ സേവനം ഇവിടെ ചെയ്യുന്നു. ശാന്തിനിവാസിലെ മിഷണറി സിസ്റ്റേഴ്സ് തങ്ങളുടെ മിഷണറി ജീവിതത്തിന് പ്രേരകമായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ആർക്കും വേണ്ടാത്തവരെ ക്രിസ്തുനാഥൻ തേടിച്ചൊല്ലും എന്ന ഉൾക്കാഴ്ച പകരുന്നതായിരുന്നു ഈ സന്യാസിനികൾ പറഞ്ഞ അനുഭവകഥകൾ. ഞാൻ 6 വർഷം ജഹാംഗീർപൂർ സ്ലം ഏരിയയിലായിരുന്നു വർക്ക് ചെയ്തത്. സ്ലം ഏരിയ കൊള്ളക്കാരുടെ ഒരു സ്ഥലമായിരുന്നു. അതിൽ നല്ലവരായ ഒരു മനുഷ്യരെ കണ്ടെത്താൻ അവിടെ ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സ്ലം ഏരിയയിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലം. ഞങ്ങൾ താമസിക്കുന്ന ജഹാംഗീർപുരിയിൽ വേസ്റ്റ് കൂട്ടിയിടുന്ന ആ ലോക്കലിലെ വേസ്റ്റുകളെല്ലാം കൂട്ടിയിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ആ സ്ലം ചുറ്റി നടക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ആ വേസ്റ്റിൻ്റെ മണം കാരണം നമുക്ക് ആ സൈഡിലേക്ക് പോകത്തില്ല. അവിടെ ഞാൻ കാണുന്നത് മനുഷ്യ മക്കളും പന്നികളും പട്ടികളും ഒരുമിച്ച് ആഹാര സാധനത്തിന് വേണ്ടി വഴക്കിടുന്നത്, പട്ടികൾ വലിച്ചെടുക്കുന്ന എച്ചിലകൾ കുഞ്ഞുങ്ങൾ പോയി വാരിയെടുത്ത് വായിലിടുന്നത് കണ്ട് എന്നെ ഒത്തിരി അത് വേദനിപ്പിച്ചു. അതിനുശേഷം ആ മക്കൾക്ക് വേണ്ടി ആ സ്ലമ്മിൽ ഒരു ബാലവാടി തുടങ്ങുവാൻ, ആ മക്കൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങളങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങി. അങ്ങനെ അതെന്നെ ഒത്തിരി ഇതിലേക്ക് എന്നെ ആകർഷിച്ചാണ്. ആ മക്കളെ ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരഞ്ഞെടുക്കുവാനും അവരെ യേശുനാമം പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരെ കുളിപ്പിച്ച് അവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് അവരെ സാക്ഷരതയിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കുറഞ്ഞത് 5ാം ക്ലാസ് വരെയെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആ ദൈവമക്കളിൽ യേശുവിൻ്റെ മുഖമാണ് കണ്ടത്. അത്രയും മക്കൾ അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ എന്ന് വിളിച്ച്, സിസ്റ്റർ ജി, ബായ് ജി, ബഹൻ ജി എന്ന് വിളിച്ച് വരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷവും അനുഭവവും തോന്നിയിട്ടുണ്ട്. ST കോൺവെൻറ്റിൽ ചേരുവാനുള്ള പ്രധാന കാരണം പാവപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ചും വൃദ്ധന്മാരെയും വൃദ്ധകളെയും ശുശ്രൂഷിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതലേ അത് ആയിരുന്നു പ്രധാന ഉദ്ദേശം. ഞാൻ ഈ സഭയിൽ ചേർന്നപ്പോൾ ഞങ്ങളുടെ ഫോർമേഷൻ ടൈമിൽ അപ്പാവന്മാരെയൊക്കെ നോക്കാനും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുവാനും വളരെ
നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യാത്ത തരത്തിലുള്ള ജോലികളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നില്ല. അവരുടെ ചേംബർ പോട്ട് കഴുകാനും അവരുടെ ടോയ്ലറ്റ് കഴുകാനും എല്ലാം വൃത്തികെട്ട തുണി എല്ലാം വാഷ് ചെയ്യാനൊക്കെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് തോന്നിയെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടിയിരുന്നു. मेरा नाम जनक राज है और मैं पंजाब स्टेट से बिलोंग करता हूँ। मैं मदर टेरेसा जयपुर में था। मेरे को सर्वाइकल स्पॉन्डिलाइटिस था। मेरा ऑपरेशन हुआ। मैं वहाँ से यहाँ से गाड़ी चेंज करने के लिए उतर रहा था, वॉकर से चलता था। जैसे मैं गाड़ी से उतरने लगा मेरा बैलेंस नहीं रहा, मैं फिर गिर पड़ा। फिर 3-4 दिन उधर ही पड़ा रहा। तो मेरे को यहाँ सोनी जी लेके आए इस आश्रम में, जिसको कि 4 सिस्टर चलाती हैं। हमारी सुपीरियर सिस्टर मदर उदया जी, मदर गिलबर्टा, मदर सुषमा, सिस्टर सीमा जी। मैं जब यहाँ पर आया, मैं प्रभु यीशु के ऊपर बिल्कुल बिलीव नहीं करता था, मैं नहीं मानता था। लेकिन अब मेरे को यहाँ 6 साल हो गया। जब मैं यहाँ आया तो प्रभु की ऐसी कृपा हुई कि हर दिन मैं प्रभु के नज़दीक होता गया और प्रभु मेरे पास आते गए। तो जब मैं वॉकर से चलना मुश्किल था, लेकिन यहाँ जब मैं आया तो मैं वॉकर भी छूट गया, अब डंडे से भी है। अब मैं चलता हूँ, अपना काम करता हूँ, अपने भाई लोगों के लिए थोड़ा काम करता हूँ। और हमारी सिस्टर्स, हमारी मदर्स हमारी इस तरह सेवा करती है जिस तरह एक माँ अपने बच्चे की सेवा करती है। टाइम से खाना, टाइम से दवाई, टाइम से नहाना, टाइम से धोना। और इनकी सेवा से आज मैं क्या, मेरे सामने 6 साल के अंदर बहुत ऐसे आए, मेरे भाई बहन आए जो कि ठीक होकर चले गए। इनकी सेवा की बदौलत हम प्रभु यीशु को धन्यवाद करते हैं। मैं शिव कुमार सोनी हूँ। राजस्थान सरकार के सूचना एवं जनसंपर्क विभाग में सहायक प्रशासनिक अधिकारी हूँ। राजस्थान के लीडिंग पेपर राजस्थान पत्रिका में भी मैंने 25 साल काम किया है। मैं यहाँ इस SD कॉन्वेंट के शांति निवास वृद्धाश्रम में पिछले 12-13 साल से जुड़ा हूँ। इस आश्रम में किसी की डेथ होने पर उसका फ्यूनरल मैं करता हूँ। ये प्रभु ने मेरे को ये बहुत ही बड़ी आशीष बख्शी है कि मुझे वो सेवा करने का मौका मिलता है। और मतलब सिस्टर बहुत अच्छा काम करती है। सिस्टर किसी को आदमी नहीं देखते, प्रभु ईसा मसीह को देखते हैं उसमें, और उसकी सेवा प्रभु यीशु के रूप में करती है। इसलिए ये किसी की घृणा नहीं करती। उनकी पोटी उठाती है, उनका यूरिन साफ करती है, सारा उल्टी साफ करती है, सारा काम सिस्टर करती है। तो मतलब सिस्टर सोचती है कि ये आदमी नहीं है, ये प्रभु ईसा मसीह है जिनकी सेवा करने का हमें मौका मिला है। और इसी भावना के साथ मैं भी यहाँ की जो दीन दुखी है, जो लावारिस है, वृद्ध है, उनकी सेवा करता हूँ, उनकी अंत्येष्टि करता हूँ। രാജസ്ഥാനിലെ ക്രൈസ്തവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷാ മേഖലയാണ് ബിക്കാനീർ. ഈ ദേശത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കുമായി ക്രിസ്തുനാമത്തിൽ വൈദികരും സിസ്റ്റേഴ്സും ഏറെ ചെയ്തിരിക്കുന്നു. കൂടുതൽ നന്മകൾ ചെയ്യാൻ ഈ അഭിഷിക്തരുടെ കരങ്ങളെ ദൈവം ഇനിയും ആശീർവദിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.